മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. കറുത്ത ദൈവത്തെ തേടി. ഈശ്വരൻ എന്ന സമസ്യയെ പ്രമേയമാക്കി 1980 ജി ശങ്കരപ്പിള്ള രചിച്ച നാടകമാണ് കറുത്ത ദൈവത്തെ തേടി. പ്രമേയത്തിലും രംഗാവിഷ്കരണ രീതിയിലും വ്യത്യസ്തത പുലർത്തിയ ഈ നാടകം മലയാള നാടക ഭാവുകത്വത്തിൽ നവമായ ഒരു കാൽവയ്പായിരുന്നു. ഒരുക്കം, പ്രയാണം, രാത്രിയിലുദിച്ച നിലാവ്, പുകഞ്ഞ കൊള്ളി പുറത്ത്, വെളുത്ത ദൈവം, കറുത്ത ദൈവം എന്നീ 6 അംഗങ്ങളും സ്ഥാപനയും ഭരതവാക്യവും ഉൾക്കൊള്ളുന്നതാണ് കറുത്ത ദൈവത്തെ തേടി. കോമാളി, അമ്മ, മക്കൾ 5 പേർ, 5 മക്കൾക്കുള്ള ഏക ഭാര്യ, ഊമ, വെളിച്ചപ്പാട്, വഴികാട്ടി, സംഘാംഗങ്ങൾ എന്നിവരാണ് നാടകത്തിലെ കഥാപാത്രങ്ങൾ. സ്ഥാപനയിൽ കണ്ണുകൾ മൂടിക്കെട്ടിയ അമ്മയും കോമാളിയും സംഘവും അരങ്ങിലെത്തുന്നു. ഗാന്ധാരി എന്നാണ് അമ്മയെ സംബോധന ചെയ്യുന്നത്. കോമാളി ആ നാടകത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. ഏതോ വഴിമുടക്കികൾ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു എന്നും എവിടെയോ അലയുന്ന മക്കൾ എത്തിയതിനു ശേഷം കണ്ണിനെ മൂടിയിരിക്കുന്ന കെട്ടഴിക്കാനായി അവരെ കാത്തിരിക്കുകയാണെന്നും കോമാളി അറിയിക്കുന്നു. സർവശക്തനും ഭീകരരൂപിയുമായ ഒരു കറുത്ത ദൈവം കാട്ടിലുണ്ടെന്നറിയിക്കുമ്പോൾ സംഘാംഗങ്ങൾ യാത്രക്കാരാവുന്നു. ഫ്ലാഷ് ബാക്കിലൂടെ നാടകത്തിലെ കഥ വിവരിക്കപ്പെടുന്നു. 1-ാം രംഗമായ ഒരുക്കത്തിൽ മക്കൾ എല്ലാവരും തീർത്ഥയാത്രയ്ക്ക് തയ്യാറാകുന്നു. അവരുടെ ഭാര്യയും നിർബന്ധപൂർവം അതിൽ പങ്കാളിയാവുന്നു. അശ്രാന്തമായ യാത്രയെ സൂചിപ്പിക്കുന്നു 2-ാം അംഗമായ പ്രയാണം. യഥാക്രമം മൂത്ത മകൻ, 2ാമത്തെ മകൻ, 3-ാമൻ, ഭാര്യ, ഇളയ 2 പേർ, ഭാരം ചുമക്കുന്ന ഊമ, വഴികാട്ടി എന്ന രീതിയിലാണ് സഞ്ചാരം. പിന്നിലെ വഴികാട്ടിയെ അവർ ശാസിക്കുന്നു. 3-ാം രംഗത്ത് സംഭാഷണങ്ങളില്ല. സഹോദരന്മാരുടെ മനോവ്യാപാരങ്ങളെ ഈ രംഗത്ത് ചിത്രീകരിക്കുന്നു. 4-ാം രംഗത്തിൽ പുലർച്ചെയുള്ള രംഗങ്ങളും യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും അവതരിപ്പിക്കുന്നു. അവിടെ അവർ വെളുത്ത ദൈവത്തിന് മുമ്പിൽ ആരാധനയർപ്പിക്കാൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നു. മരമൊടിഞ്ഞു വീണ് അവൾ മരിക്കുന്നു. വെളുത്ത ദൈവം എന്ന 5-ാം രംഗത്തിൽ 2 തലങ്ങൾ ഒരുക്കി അതിൽ കഥ അരങ്ങേറുന്നു. മക്കളുടെ ഭാര്യയുടെ മരണത്തെപ്പറ്റി ചോദ്യം ഉന്നയിക്കുന്ന അമ്മയെ നാം കാണുന്നു. 6-ാം രംഗമായ കറുത്ത ദൈവത്തെ തേടിയിൽ വെളിച്ചപ്പാടെത്തി യാത്രയുടെ ഫലപ്രാപ്തിക്കായി നരബലി ആവശ്യപ്പെടുന്നു. യാത്രയിൽ സഹചാരിയായിരുന്ന ഊമയെ അവർ ബലി നൽകി. അപ്പോൾ ഭാവം മാറിയ കാട് ഊമയെ പൊതിഞ്ഞു. കാടിനുള്ളിൽ അമ്മ എത്തി കണ്ണിലെ കെട്ടഴിച്ചു മാറ്റുമ്പോൾ മക്കൾ അന്ധരായി മാറുന്നു. എവിടെ കറുത്ത ദൈവം എന്ന് മൂത്ത മകൻ ചോദിക്കുമ്പോൾ അവരുടെ ചുമടെടുത്ത് കൂടെയുണ്ടായിരുന്ന ഊമ തന്നെയായിരുന്നു കറുത്ത ദൈവം എന്ന് അമ്മ മറുപടി നൽകുന്നു. കൂടെയുള്ള ദൈവത്തെ കാണാനാവാതെ അലയുന്നവരാണ് മനുഷ്യർ എന്ന സത്യം അമ്മ വെളിപ്പെടുത്തുന്നു. അന്ധരായ മക്കൾ അകന്നു പോകുമ്പോൾ അമ്മയും ഊമയുടെ ജഡവും മാത്രം അവശേഷിക്കുന്നു. ഭരതവാക്യത്തിൽ കോമാളി വന്ന് കറുത്ത ദൈവത്തെ തേടിയുള്ള മനുഷ്യരുടെ അലച്ചിലുകൾക്കും അമ്മമാരുടെ വിലാപങ്ങൾക്കും അവസാനമില്ലെന്ന് പറയുന്നതോടെ കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം അവസാനിക്കുന്നു. തനതിൻ്റെയും പരീക്ഷണ നാടകവേദിയുടേതുമായ നവശൈലി മലയാള നാടകശാഖയ്ക്ക് സമ്മാനിക്കാൻ ഈ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.